നരേന്ദ്രമോദിയുടെ കാളിബാരി ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രേം ശൈലേഷ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ആ സന്ദർശനത്തിന്റെ പ്രസക്തി ഒന്നുകൂടി കൂട്ടുകയാണ്. വിവേകാനന്ദൻ എന്ന് ലോകം അറിയുന്ന നരേന്ദ്രൻ തന്റെ വിഷമങ്ങൾ മാറാൻ കാളിയെ സന്ദർശിച്ച ക്ഷേത്രം. മോദി അവിടെ എത്തിയത് എന്തിനായിരിക്കും? ബംഗാൾ തനിക്ക് നൽകണം എന്ന് കാളിയോട് അപേക്ഷിക്കാനല്ലാതെ മറ്റെന്തിനാ? ഒരു നരേന്ദ്രനാൽ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ച മണ്ണിനെ മറ്റൊരു നരേന്ദ്രനാൽ വീണ്ടെടുപ്പിച്ചിരിക്കും എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. ആ പോസ്റ്റ് വായിക്കാം. വിവേകാനന്ദൻ പട്ടിണി കിടക്കുന്ന തന്റെ കുടുംബത്തെ ഓർത്ത് വിഷമിച്ച് പരിഭവം പറയാൻ എത്തിയതായിരുന്നു രാമകൃഷ്ണന്റെ അടുത്ത്. രാമകൃഷ്ണന്റെ സാമീപ്യം അദ്ദേഹത്തെ നിരീശ്വരവാദത്തിൽ നിന്നും പിന്തിരിപ്പിച്ചിരുന്നു എങ്കിലും വിഗ്രഹ ഉപാസനയോട് വിവേകാനന്ദന് താല്പര്യമുണ്ടായിരുന്നില്ല. വിഷമങ്ങളെല്ലാം രാമകൃഷ്ണനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വിവേകാനന്ദനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നേരെ കാളി ക്ഷേത്രത്തിൽ പോയി നീ നിന്റെ വിഷമങ്ങളെല്ലാം പറയൂ, അമ്മ നിനക്ക് വേണ്ടതെല്ലാം തരും, ആഗ്രഹമുള്ളതെല്ലാം ചോദിക്കൂ. വിവേകാനന്ദൻ പതിയെ പടവുകൾ കയറി ക്ഷേത്രത്തിനുള്ളിലേക്ക് കാലുകൾ വെച്ചു. അദ്ദേഹത്തിന് ചുവടുകൾ തെറ്റുന്നതായി തോന്നി. നേരെ നടക്കാൻ കഴിയാത്തതുപോലെ പതിയെ അദ്ദേഹം കാളിയുടെ മുന്നിൽ ചമ്രം പടഞ്ഞിരുന്നു. ഏറെ നേരം കാളിയെ നോക്കി ഇത്രമാത്രം പറഞ്ഞു, അമ്മേ, എനിക്ക് ജ്ഞാനം നൽകുക, അമ്മയോടുള്ള അടങ്ങാത്ത ഭക്തി നൽകുക, ഒരു തടസ്സവുമില്ലാതെ എനിക്ക് ദർശനം നൽകുക. പുറത്തിറങ്ങി രാമകൃഷ്ണനെ കണ്ടപ്പോഴാണ് താൻ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് സ്വാമിക്ക് മനസ്സിലായത്. ഒന്നുകൂടി പോകാൻ രാമകൃഷ്ണൻ വിവേകാനന്ദനെ ഉപദേശിച്ചു. അതേ അനുഭവം ആവർത്തിക്കുക മാത്രമാണ് ഉണ്ടായത്. അങ്ങനെ 3 തവണ വിവേകാനന്ദൻ ക്ഷേത്രത്തിനുള്ളിൽ പോയത്രേ. 3 തവണയും അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ പറയാൻ സാധിച്ചില്ല. വെറുതെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം കാളി അദ്ദേഹത്തിന് പ്രത്യക്ഷയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പട്ടിണി അപ്രത്യക്ഷവും. 13 ശക്തിപീഠങ്ങളുള്ള മണ്ണാണ് ബംഗാൾ. ശക്തിയെ ഉപാസനയുടെ ഈറ്റില്ലം. 30 വർഷം ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചിട്ടും ഒരൊറ്റ കാളിക്ഷേത്രങ്ങളുടെയും ബലിയടക്കമുള്ള ആചാരങ്ങളെ അവർക്ക് സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം ശക്തമായ ശക്തിയെ പാരമ്പര്യമുള്ള മണ്ണ്. രാമകൃഷ്ണനും വിവേകാനന്ദനും കാളി പ്രത്യക്ഷയായ മണ്ണ്. ദശമഹാവിദ്യകളിൽ 8ാമത്തെ ദേവതയാണ് ബഗളാമുഖി. പാർവതിയുടെ അംശമായ കാളിയുടെ അംശമായ ദേവി. മോദി ഉപാസിക്കുന്നത് ഈ മൂർത്തിയെയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. നവരാത്രി കാലങ്ങളിൽ വെറും നാരങ്ങ വെള്ളം മാത്രം കുടിച്ചൊക്കെയാണ് മോദിയുടെ ഉപവാസം. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹിമാചലിലെ ബഗളാമുഖി ക്ഷേത്രത്തിൽ പോയി മോദിക്ക് വേണ്ടി പൂജയും കാര്യങ്ങളും നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ബഗള എന്ന വാക്കിനർത്ഥം സ്തംഭനം എന്നാണ്. ബഗളാമുഖി ദേവിയെ ഉപാസിക്കുന്നവർക്ക് ശത്രുവിന്റെ പകുതി ശക്തി ലഭിക്കും എന്നാണ് വിശ്വാസം. ഒരു കാളി ഉപാസകൻ കാളി ഉപാസനയുടെ ഈറ്റില്ലമായ മണ്ണിൽ ഒരു ആഗ്രഹവുമായി വിവേകാനന്ദനെ പോലെ എത്തിയിരിക്കുകയാണ്. ബംഗാൾ നേടുക എന്ന ആഗ്രഹവുമായി. നമുക്ക് വേണ്ടത് എന്ത് എന്ന് അമ്മയ്ക്കറിയാം എന്നാണ് പിൽക്കാലത്ത് വിവേകാനന്ദൻ ഒരു സുഹൃത്തിന് എഴുതിയ കത്തിൽ പറയുന്നത്. ഞാൻ കാളിയുടെ പടയാളിയാണ് എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുമായിരുന്നു. കാളി ഉപാസകർക്ക് ദേവി മക്കളെ അമ്മ സംരക്ഷിക്കും പോലെ കൂടെ നിൽക്കും എന്നാണ് പറയാറ്. മോദിക്ക് വേണ്ടത് എന്ത് എന്ന് അമ്മ തിരിച്ചറിഞ്ഞാൽ, മോദിയുടെ ആഗ്രഹം എന്ത് എന്ന് അമ്മ തിരിച്ചറിഞ്ഞാൽ മോദി ബംഗാളും നേടും. മോദിയുടെ ഉപാസനയുടെ ഫലം കൂടിയായിരിക്കും അത്. മെയ് 4-ന് ബംഗാളും മോദി നേടി എന്ന് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നതും. അമ്മ വേണ്ടത് ചെയ്യും. ഒരു നരേന്ദ്രനാൽ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ച മണ്ണിനെ മറ്റൊരു നരേന്ദ്രനാൽ വീണ്ടെടുപ്പിച്ചിരിക്കും. മെയ് 4 ആകട്ടെ, നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമാനസ്.